ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാ പറയാ. പിന്നെ കണ്ടിന്യൂസ് റാൻഡം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് സം ആണ് വരിക. അപ്പൊ -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ രണ്ട് പ്രോപ്പർട്ടീസ്. ഇത് ബേസ് ചെയ്തിട്ട് ഉള്ള പ്രോബ്ലംസ്, രണ്ട് പ്രോബ്ലംസ് അങ്ങനെ ചെയ്തു. പിന്നെ വേരിയൻസ് ഓഫ് മീനും വേരിയൻസ് ആണ്. എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മീൻ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ആണ്. ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -∞ ടു +∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഫോർമുലാസും 2-3 പ്രോബ്ലംസും ചെയ്തായിരുന്നു. അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. എഴുതിക്കോ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ, സോറി ഇത് എഴുതിയാൽ മതി. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, continuous random variable x has the probability density function PDF f of x equal to k into x square e raised to minus x, x greater than or equal to 0. Find first one, the value of k. Second one, the mean of the distribution. Mean of the distribution. Question idana. A continuous random variable capital X has the probability density function or PDF f of x equal to k into x square e raised to minus x, x greater than or equal to 0. Find the value of k. Second, the mean of the distribution. Value of k കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ്. അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് k കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് തന്നിട്ടുണ്ട് -∞ ടു +∞. ഇതാണ് ക്വസ്റ്റ്യൻ. A continuous random variable x has probability density function or PDF f of x equal to k into x square e raised to minus x, x greater than or equal to 0. Find the value of k. Second one, the mean of the distribution. ഇപ്പൊ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കെന്റെ വാല്യൂ ആണ്. കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ -∞ ടു +∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. നോക്കി ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ജനറൽ ആയിട്ട് നമ്മൾ പറയും എക്സിന്റെ ലിമിറ്റ് -∞ ടു +∞ ആണ്. ഇവിടെ എക്സ് ഡിഫൈൻ ചെയ്യുന്ന ലിമിറ്റ്, എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ
ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ് വാല്യൂ 0നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരും. എഫ് ഓഫ് എക്സ് k e raised to x square e raised to minus dx minus x equal to 1. k കോൺസ്റ്റന്റ് ആണ്, ഇനി ഔട്ട് സൈഡിൽ എടുക്കാം. k ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി x സ്ക്വയർ ഇൻറ്റു e raised to minus x dx. ഇനി ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇന്റഗ്രൽ ചെയ്താൽ നമുക്ക് k ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇന്റഗ്രേഷനകത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നതും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഇന്റഗ്രേഷന് ഒരു ചെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്. ഇതാണ് ഇന്റഗ്രൽ ഓഫ് യു വി ഈക്വൽ ടു, ഈ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇന്റഗ്രൽ ഓഫ് യു വി ഈക്വൽ ടു യു ഇൻറ്റു v1 minus u dash into v2 plus u double dash into v3 minus u triple dash into v4 plus etc. ഈ v1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് v ആണ്, v2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് v1 ആണ്, v3 means integral of v2. Similarly, u dash means derivative of u ആണ്, du by യും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ du by dx ആണ്. u ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, d സ്ക്വയർ u by dx സ്ക്വയർ. u ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് ആണ്, d ക്യൂബ് u by dx ക്യൂബ് എക്സെട്ര. ഇതേ ഫോമിലാണ് വരുന്നത്. പിന്നെ ഓർമ്മിക്കാനുള്ളത് ഒന്നുമില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഈ സെക്കൻഡിന്റെ ഇന്റഗ്രൽ എഴുതുക, മൈനസ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എഴുതുക. ഈ v1ന്റെ ഇന്റഗ്രൽ ആണ് v2 എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡിന്റെ ഇന്റഗ്രൽ എഴുതിക്കൊള്ളുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് യു ഡാഷിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ യു ഡബിൾ ഡാഷ് ആണ്, v2ന്റെ ഇന്റഗ്രൽ ആണ് v3 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എഴുതുക, സെക്കൻഡിന്റെ ഇന്റഗ്രൽ എഴുതുക, അങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതി പോവാ. ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നെഗറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് നെഗറ്റീവ് ഓർ പ്ലസ്, ആ ഫോമിലാണ് സൈൻ വരുന്നത്. അപ്പോൾ അതേ ഫോമിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ ഇന്റഗ്രൽ ഓഫ് യു വി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് യു എന്ന് പറയുന്നത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ, രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ 0 ആയി പോകുന്നത് അതിനെ വേണം ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ. ഇവിടെ നമുക്ക് ഉള്ളത് എക്സ് സ്ക്വയറും ഇ റൈസ് ടു മൈനസ് എക്സും ആണ്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവും തീരാകെ ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഒരിക്കലും 0 ആയി പോവില്ല. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഒന്നുകൂടി എഴുതാം. ഇന്റഗ്രൽ ഓഫ് യു വി ഈക്വൽ ടു യു v1 മൈനസ് യു ഡാഷ് v2 പ്ലസ് യു ഡബിൾ ഡാഷ് v3 മൈനസ് എക്സെട്ര. k ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ യു ആണ്, വി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്, ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1. ഇതിനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, മൈനസ് നെക്സ്റ്റ് ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, അതിനൊരു ബ്രാക്കറ്റ് ഇടാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1ന്റെ ഡെറിവേറ്റീവ്, സോറി ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഒരു -1 ഓൾറെഡി ഉണ്ട്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 പ്ലസ് 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്,
ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു -6 ആണ്. ഇ റൈസ് ടു -xന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു -x ഡിവൈഡഡ് ബൈ -1 പ്ലസ് പിന്നെ 2ന്റെ ഡെറിവേറ്റീവ് ആണ്. 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി ആണ്. നമ്മളെ ഇന്റഗ്രേഷൻ പ്രൊഡക്റ്റ് റൂളിലെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. 0 ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1. ഇവിടെ ഒരു കെ ഉണ്ട്. dx ഈക്വൽ ടു കെ ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു നമുക്കറിയാം ഇ റൈസ് ടു -ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓർമ്മിക്കണം, ഇ റൈസ് ടു -ഇൻഫിനിറ്റി 0 ആണ്. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ആയി ഇൻഫിനിറ്റി എക്സിന് ഇട്ട് കൊടുത്താല് കെ ഇൻറ്റു ഇൻഫിനിറ്റി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു -ഇൻഫിനിറ്റി. ഇ റൈസ് ടു -ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോവും. മൈനസ് 2 ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു എക്സിനാണ് വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ഇ റൈസ് ടു -ഇൻഫിനിറ്റി അവിടെയും 0 വന്ന് പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു ഇവിടെയും എക്സിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്ത ഇ റൈസ് ടു -ഇൻഫിനിറ്റി 0 വന്നു. ഇപ്പൊ 2 ഇൻറ്റു 0 മൈനസ് ഇനി ലോവർ ലിമിറ്റ് ആയി 0 ഇട്ട് കൊടുത്താൽ നോക്കിയേ കെ എക്സ് സ്ക്വയറിന് 0 ഇട്ട് കൊടുത്താൽ 0 സ്ക്വയർ വരും. അതും 0 ആണ്. ഇവിടെയും 2 ഇൻറ്റു എക്സ് ആണ്. എക്സിന് 0 ഇട്ട് കൊടുത്താൽ ആ ടേമും 0 ആണ്. പ്ലസ് ഇവിടെ നോക്കിയേ 2 ഇൻറ്റു ഇ റൈസ് ടു 0 ആണ് വരിക. 2 ഇൻറ്റു ഇ റൈസ് ടു -0. ഇ റൈസ് ടു -0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 തന്നെയാണ്. ഒരു മൈനസ് ഉണ്ട്. ഇ റൈസ് ടു 0 മൈനസ് ഇ ഇൻറ്റു ഡിവൈഡഡ് ബൈ -1 നമുക്ക് -2 എന്ന് എഴുതാം. -2 ഇൻറ്റു ഇ റൈസ് ടു 0 ഈക്വൽ ടു 1. നമ്മൾ കെന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കെ ഇൻറ്റു ഈ ടേം കംപ്ലീറ്റ് 0 ആണ്. ഈ ടേമിനകത്ത് മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആവും. 2 ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇ റൈസ് ടു 0 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. അപ്പൊ കെ ഇൻറ്റു 2 ഈക്വൽ ടു 1 ഇംപ്ലൈസ് കെ ഈക്വൽ ടു 1/2. ക്ലിയർ ആണോ? ചെയിൻ റൂള് മനസ്സിലായിട്ടില്ലേ? ചെയിൻ റൂളിന്റെ അകത്ത് ഇന്റഗ്രൽ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ യുവിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, വിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ ഇന്റഗ്രല്, ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്, പിന്നെ സെക്കൻഡിന്റെ ഇന്റഗ്രല്, ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്, സെക്കൻഡിന്റെ ഇന്റഗ്രൽ, അങ്ങനെ ചെയിൻ ആയിട്ട് പോകുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ്. കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മളോട് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ആണ്. മീന് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു -എക്സ് തന്നിട്ടുണ്ട്. നമ്മളെ കെന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ 1/2 ആയിരുന്നു. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു -എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു -എക്സ് ആണ്. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താല് ഇന്റഗ്രൽ നമ്മളെ ഇവിടുത്തെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു -എക്സ്. ടേക്കിംഗ് ഔട്ട്സൈഡ് 1/2 is a constant. Taking outside
1/2 into integral 0 to infinity x into x square എന്ന് പറഞ്ഞാൽ x raised to m into x raised to n ന് x raised to m plus n എഴുതാം. അങ്ങനെയാണെങ്കിൽ x square into x raised to 1 ന് x square plus 1 എഴുതാം, which is equal to x cube. ഓക്കെ, അപ്പൊ x cube into e raised to minus x dx. ഇവിടെയും നമ്മൾ എക്സ് ക്യൂബും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ഇ റൈസ് ടു മൈനസ് എക്സും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ നേരത്തെ എക്സ് സ്ക്വയറിന്റെ സ്പേസിൽ ഇവിടെ എക്സ് ക്യൂബ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 മൈനസ്, ഇനി ഈ ബ്രാക്കറ്റിലിട്ട ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ബ്രാക്കറ്റിലിടുക. ഇതിന്റെ ഇന്റഗ്രൽ എഴുതുക. ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ഓൾറെഡി ഉണ്ട്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ആണ്. പ്ലസ് 3x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6x ആണ്. 6x ഇൻറ്റു ഇ റൈസ് ടു -1 ഇൻറ്റു -1 +1 ആണ്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 മൈനസ്, ഇവിടെ മൈനസ് ഇവിടെ പോസിറ്റീവ്, നെക്സ്റ്റ് മൈനസ് ആണ്. 6xന്റെ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് 6xന്റെ ഡെറിവേറ്റീവ് 6 ആണ്. 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ആണ്. -1 ഓൾറെഡി അവിടെ ഉണ്ട്. പ്ലസ് 6ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ബാക്കി എല്ലാ ടേമും 0 ആയിരിക്കും. ഇന്റഗ്രൽ റേഞ്ചസ് ടു 0 to infinity, which is equal to 1/2 ഇൻറ്റു നേരത്തെ പറഞ്ഞു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോകും. ഇവിടെ ഈ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും. അപ്പൊ ആ ടേം 0 ആയിപ്പോകും. അതുപോലെ തന്നെ ഈ ടേമും 0 ആയിപ്പോകും. പ്ലസ് 6x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ആ ടേമും 0 ആയിപ്പോകും. ഇവിടെയും ഉണ്ട് ഒരു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിന്റെ ടേം. ഈ ടേമിലും ഉണ്ട് മൈനസ് ഇൻഫിനിറ്റിന്റെ ടേം, അതും 0 ആയിപ്പോകും. മൈനസ്, ഇനി നെക്സ്റ്റ് എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആയിപ്പോകും. 3x² എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോകും. 6xനകത്തും എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ടേം 0 ആയിപ്പോകും. മൈനസ്, ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ -6 ഇൻറ്റു ഇ റൈസ് ടു 0 -1 ഇൻറ്റു -1 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതൊക്കെ 0 ആണ്. ഇത് ഇവിടെ ഒരു -6 ഇൻറ്റു ഇ റൈസ് ടു 0 മാത്രമേ ഉള്ളൂ. ഇ റൈസ് ടു 0 1 ആണ്. -6 ഇൻറ്റു -6 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അപ്പൊ മീൻ ഈക്വൽ ടു 3. കഴിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് ദി പേസ് എറർ ഇൻ എ ട്രാക്കിംഗ് ഡിവൈസ്. ക്വസ്റ്റ്യൻ, ലെറ്റ് ദി പേസ് എറർ
in a tracking device has the probability density f of x equal to cos x 0 less than x less than pi by 2 equal to 0 otherwise. Find the probability that the phase error is between 0 and pi by 4. Second one, greater than pi by 3. Greater than pi by 3. Question idana. Let the phase error in a tracking device has a probability density f of x equal to cos x 0 less than x less than pi by 2 equal to 0 otherwise. Find the probability that the phase error is between 0 and pi by 4 greater than pi by 3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 to pi by 4 വരെയുള്ള പ്രോബബിലിറ്റി ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്തത് 0 to pi by 2 വരെയുള്ള എക്സിന്റെ ഇന്റർവെല്ലിനാണ് ഫംഗ്ഷന്റെ വാല്യൂ കോസ് എക്സ്. ബാക്കി എല്ലാ ഇന്റർവെല്ലിനകത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് ഈ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ബിറ്റ്വീൻ 0 ആൻഡ് pi by 4 ആണ്. അപ്പൊ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ pi by 4. അപ്പൊ ഈ 0 to pi by 4 എന്ന് പറയുന്ന ലിമിറ്റ് ഈ 0 to pi by 2ന്റെ ഇൻസൈഡ് ആണോ നോക്കണം അല്ലെ. 0 to pi by 2ന്റെ ഇൻസൈഡ് ആണ് 0 to pi by 4 വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഡയറക്റ്റ് ആയിട്ട് 0 to pi by 4 എന്ന് പറയുന്ന ലിമിറ്റ് എടുക്കാം. ഇന്റഗ്രൽ 0 to pi by 4 f of x dx. 0 to pi by 4ലെ f of x എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് cos x ആണ്. cos x dx which is equal to cos x ന്റെ ഇന്റഗ്രൽ sin x ആണ്. 0 to pi by 4. Sin pi by upper limit ഇട്ട് കൊടുത്താൽ sin pi by 4 minus sin 0. Sin pi by 4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. sin 45 1/√2 minus sin 0 0. അപ്പൊ ആൻസർ 1/√2. ഇനി ഇവിടെ തന്നത് ഗ്രേറ്റർ ദാൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ് വൺ. പ്രോബബിലിറ്റി ഓഫ് ഗ്രേറ്റർ ദാൻ pi by 3. റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂ pi by 3നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ pi by 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം pi by 3 to ഇൻഫിനിറ്റി f of x dx. അപ്പൊ pi by 3 to ഇൻഫിനിറ്റി വരെയൊന്നും നമ്മളെ f of x ന് വാല്യൂ ഇല്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ pi by 3 to മാക്സിമം pi by 2 വരെ മാത്രമേ 0 to pi by 2 വരെ മാത്രമേ ഫംഗ്ഷന്റെ വാല്യൂ നോൺ സീറോ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന pi by 3 to pi by 2 f of x dx പ്ലസ് pi by 2 to ഇൻഫിനിറ്റി. അതായത് ഇന്റഗ്രൽ pi by 3 to ഇൻഫിനിറ്റിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. pi by 3 to pi by 2 f of x dx plus pi by 2 to infinity f of x dx which is equal to pi by 3 to pi by 2 വരെ ഫംഗ്ഷന്റെ വാല്യൂ cos x ആണ്. cos x ബാക്കി ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. cos x ന്റെ ഇന്റഗ്രൽ ഇപ്പൊ ചെയ്ത പോലെ
cos xന്റെ ഇന്റഗ്രൽ sin x ആണ്. ഇന്റഗ്രൽ ഓഫ് പൈ ബൈ 3 to പൈ ബൈ 2 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. cos x dx which is equal to cos x ന്റെ ഇന്റഗ്രൽ sin x ആണ്. ranges to പൈ ബൈ 3 to പൈ ബൈ 2 equal to sin പൈ ബൈ 2 minus sin പൈ ബൈ 3. sin പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ sin 90 ആണ്. sin 90ന്റെ വാല്യൂ 1. sin പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ sin 60 ആണ്. sin 60ന്റെ വാല്യൂ റൂട്ട് 3/2 ആണ്. ഇനി ഇങ്ങനെ എഴുതാം 2 മൈനസ് റൂട്ട് 3/2. മതിയില്ലേ പള്ളി പോണേനു? 12:30 വരെ ക്ലാസ് ഉണ്ട്. 12:20 ആയുള്ളൂ. പ്രോബ്ലംസ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം distribution or rectangular distribution. Uniform distribution or rectangular distribution simple ആണ്. യൂണിഫോം എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിള് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/b-a ആണ്. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ഈക്വൽ ടു 0. അതർവൈസ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളില് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആയ ബൈനോമിയലും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച പോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അത് ഡിപെൻഡന്റ് ആണ്. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ് കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് 1/b-a ആണ്. അതിന്റെ ഫിഗർ ഇങ്ങനെ വരിക. എക്കും ബിക്കും ഇടയിലാണ് എക്സിന്റെ വാല്യൂ. എ ബി അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/b-a ആണ്. അപ്പൊ ഇതേ ഫോമിലാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് റെക്ടാങ്കുലർ ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എഴുതിക്കോ. A random variable capital X is said to have a random variable capital X is said to have a uniform distribution or rectangular distribution. Uniform distribution or rectangular distribution over a finite interval AB
finite interval AB if its probability density function is given by f of x equal to ഇത് എഴുതിയാൽ മതി f of x equal to 1 by b minus a less than x less than b equal to 0 otherwise. Next, exponential distribution, uniform distribution the mean ആണ്. Uniform distribution the mean എന്ന് പറയുന്നത് mean of uniform distribution. mean എന്ന് പറയുന്നത് e of x ആണ്. e of x നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. e of x equal to minus infinity to plus infinity x into f of x dx. നമ്മളെ ഇവിടെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് a to b ആണ്. അപ്പൊ ഇന്റഗ്രൽ a to b x into f of x എന്ന് പറഞ്ഞാൽ 1 by b minus a ആണ്. dx which is equal to 1 by b minus a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിനെ ഔട്ട്സൈഡിൽ എടുക്കാം. a to b x dx വരും which is equal to 1 by b minus a into x ന്റെ ഇന്റഗ്രൽ x square by 2 ആണ് a to b. അതായത് ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n plus 1 divided by n plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇന്റഗ്രൽ x raised to 1 വരും. x raised to 1 dx equal to x raised to 1 plus 1 divided by 1 plus 1 x square by 2 which is equal to 1 by b minus a into 2 നെ ഔട്ട്സൈഡ് എടുക്കുക. കോൺസ്റ്റന്റ് ആണ് b square minus a square. നമുക്ക് b square minus a square b minus a into b plus a എന്ന് എഴുതാം divided by 2 into b minus a. b minus a will cancel. Final answer is a plus b by 2 or b plus a by 2. അപ്പോൾ mean of uniform distribution എന്ന് പറയുന്നത് a plus b by 2 ആണ്. വേരിയൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. Attendance please. Akash KM. Akash. Present miss. Present miss. Miss 13 ഉണ്ട് and phone off ആയി പോകും. അഖിൽ. അമിത്. അമിത് ആബ്സെന്റ് ആണോ? ഓക്കെ ആകാശ്. അമിത്. അനിരുദ്ധ്. Present miss. കാർത്തിക്. ലാദിൻ. Present miss. Present. ഷഹസാദ്. Present. മുക്താസിം. Present miss. അസഫ്. ഫർദീൻ. Miss present. ഓക്കെ. സമ. Present miss. Mata present. Miss 12 present. ഇത് 10 present ആണ്. നിഷാഗ്. സിയാൻ ഉണ്ടോ? Miss ഞാൻ present ആ. ഞാൻ പറഞ്ഞു miss. നിഷാഗ്. Present miss. നിവേദ്. പ്രത്യുഷ്. രാഹുൽ. Present miss. Present. രാഹുൽ. Present. Present miss.